ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, ന്യൂ വീഡിയോ ഗൈസ്. അപ്പം നമ്മൾ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ്, എന്തൊക്കെയോ സംഭവങ്ങൾ ഫ്രീ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തോന്നാണ് ഇത്. ഓക്കെ, കോയിൻ്റെ സെയിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കണം. നമുക്ക് കോൺട്രാക്റ്റ് കയറുവാണെങ്കിൽ പാക്ക് എന്ന് പറയാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, പുതിയൊരു എപ്പിക് പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റലിയുടെ. ഓക്കെ, ഡെൽപ്യാരും ഉണ്ട്, ടോട്ടി ഉണ്ട്, ബാഗിയോ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അതിനകത്ത് നമ്മുടെ ഡെൽപ്യാര് ബ്ലിസ് കേളറാണ് ഗൈസ്. ഓക്കെ, അടിപൊളി ഒരു കാർഡായിരിക്കും അത്. ഓക്കെ, നാഷണൽ ടീമിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്കാണ്. ഓക്കെ, സാക്ക ഉണ്ട് ഗൈസ്. ഓക്കെ, സാക്ക ഉണ്ട്, ഡിയാസ് ഉണ്ട്, പിന്നെ നമ്മുടെ മാർട്ടിനസ് ഉണ്ട് ഗൈസ്. പിന്നെ അടുത്ത പാക്ക് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ലീഗാണ് ഗൈസ്. ഓക്കെ, ഇതിനകത്ത് റൊഡിഗർ ഉണ്ട്, പിന്നെ നമ്മുടെ ബാർസലോണ CMF ഗുഡ്വാൻ പുള്ളി ഉണ്ട്. പിന്നെ വേറെ ഏത് പാക്കാണ്? ഓക്കെ, നോമിനേഷൻ കാർഡ്. ഇതല്ലല്ലോ, ഇതല്ല ഗൈസ്, നോമിനേഷൻ പാക്ക് ഇതല്ല. ഞാൻ വെക്കുന്നത് തെറ്റിദ്ധരിച്ചു പോയി. ഓക്കെ ഗൈസ്, നോമിനേഷൻ പാക്ക് നമുക്ക് നോക്കണം. എൻ്റെ മോനെ ഇജാതി കാർഡ് ഡിസൈൻ ഗൈസ്. ഓക്കെ, കിഡിലും കാർഡ് ഡിസൈൻ. കിമ്മിച്ചുണ്ട്, ലുക്കാക്കു ഉണ്ട്, പിന്നെ നമ്മുടെ പെപ്പെ ഉണ്ട് ഗൈസ്, പിന്നെ ലൂയിസ് വാരസ് ഉണ്ട്. ഓക്കെ, അടിപൊളി ഒരു നോമിനേഷൻ പാക്കാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, കാർഡ് ഡിസൈൻ ഒരു രക്ഷയില്ലാത്ത കാർഡ് ഡിസൈനാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇനി നമുക്ക് എന്താണ് വന്നതെന്ന് നോക്കണ്ടേ. ഓക്കെ ഗൈസ്, ഒബ്ജക്റ്റീവ് നോക്കണം. ഗൈസ്, ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽ ഇതിനകത്ത് കോയിനുണ്ട് ഗൈസ്. കോയിനുണ്ട് 50 ക്ലബ് കോയിനുള്ളൂ. നോ ഗൈസ്, 50 ക്ലബ് കോയിനല്ല, 150 ക്ലബ് കോയിനുണ്ട്. ഇതിനകത്തൊരു 100 ക്ലബ് കോയിൻ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതെന്തായാലും നല്ല കാര്യമായി. 150 ക്ലബ് കോയിൻ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ എന്താണ് വന്നിട്ടുള്ളത്? വേറെ നമുക്ക് എന്താ വന്നിട്ടുള്ളതെന്ന് നോക്കണം ഗൈസ്. ഗൈസ്, ഇതാണ് സംഭവം. സൈൻ 1 പ്ലെയർ ഗൈസ്. നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്ലെയറിനാന്ന് തോന്നുന്നു കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമുക്കിനി വേറെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. മാച്ചിലേക്ക് അടുക്കുവാണെങ്കിൽ ഗൈസ്, ഈ മാച്ച് എന്തോ കളിച്ചാലാണ് നമുക്ക് ഈ പ്ലെയറിനെ കിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ എന്തോ ആണ് കളി. ഓക്കെ, ഇതിനെന്താണ് ബിഗിനർ ഇങ്ങനെയൊക്കെ കൊടുത്തേക്കൊണ്ടെന്നാണ്. ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്ലെയറിനെ കണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ഒരു പ്ലെയറിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഗൈസ് സംഭവം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറിനെ അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇതിനകത്ത് എന്താണ്? ഓക്കെ, ഇതിനകത്ത് ഫ്രീ ട്രേ അല്ല. ഓക്കെ, ഫ്രീ സ്പിന്ന് ഇതിനകത്താണ് ഗൈസ്. ഓക്കെ, ഇതിനകത്താണോ ഗൈസ്? ഇതിനകത്തല്ല. ഗൈസ്, ഇതിനകത്താണ് ഫ്രീ സ്പിൻ. നമ്മുടെ പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ ഈ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്, ഈ ഇവൻറ്റിലാണ് ഗൈസ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇതിനകത്ത് ഫ്രീ സ്പിൻ ഇല്ല. അപ്പോൾ സ്പാനിഷ് ലീഗിൻ്റെ ഫ്രീ സ്പിൻ ഇല്ലേ? ഗൈസ്, ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സ്പാനിഷ് ലീഗിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പിൻ എവിടെ കിടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്. ഓക്കെ, ഇനി എന്താണ് വന്നിട്ടുള്ളത്? കോയിനിവിൻ്റെ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഇത് കോയിനിവിൻ്റാണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇതിനകത്തുനിന്ന് ഇല്ല ഗൈസ്. ഇതിനകത്ത് കോയിനില്ല. മിക്കവാറും ഒരു 50 ക്ലബ് കോയിൻ ഐസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിനകത്തായിരിക്കും കോയിൻ. ഓക്കെ ഗൈസ്, ഇതിനകത്താണ് കോയിൻ. ഇതിനകത്ത് 50 ക്ലബ് കോയിൻ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് കോയിനാണോ ഗൈസ്? ഗൈസ്, ഇതിനകത്ത് 50 ക്ലബ് കോയിൻ തന്നെയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് മാച്ച് കളിച്ച് 100 കോയിൻ കിട്ടും. പിന്നെ ഒബ്ജക്റ്റീവിന് 150 കോയിൻ. ടോട്ടൽ നോക്കുമ്പോൾ ഒരു 250 കോയിൻ നമുക്ക് കിട്ടും ഗൈസ്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു, പക്ഷേ വലിയ സംഭവങ്ങളാണ് ഇവർ കൊണ്ടുവന്നേക്കണേ. ഇത് കൊനാമി തന്നെയാണോ എന്ന് തോന്നിപ്പോവാണ്. കാരണം കോയിൻ ഇത്രയൊന്നും അവർ തരാറില്ല. 100 കോയിൻ്റെ ഇവൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവിനകത്ത് 150 ക്ലബ് കോയിനുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ പുതിയ മാച്ച് പാസ് നമുക്ക് നോക്കാം ഗൈസ്. മാച്ച് പാക്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സെലനസ്കി ഉണ്ട്, പിന്നെ ഇതാരാണ്? മൊറാട്ട ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ ഞാൻ എടുക്കുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഗൈസ് ഞാൻ കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്ത് ഗൈസ്. ഓക്കെ, കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ കറക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ എപ്പിക് പാക്കിൽ തന്നെ തുടങ്ങിയേക്കാം. വല്ലതും തരുമോടെ ഗൈസ്? കൊനാമി വല്ലതും തരുമോ നമുക്ക്? എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം
അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് ഗൈസ് വന്നേക്കുന്നത്. നമ്മുടെ എന്നാ ബാഗിയോ ആണെങ്കിലും അതുപോലെ തന്നെ ഡെൽപിയാരോ, ടോട്ടി, അത്യാവശ്യം 3 പ്ലേയേഴ്സും അടിപൊളി പ്ലേയേഴ്സാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, നോക്കാം. ഓക്കെ, ഇവരെയൊക്കെ ചുമ്മാ ടാപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അടിപൊളിയായനെ. ഒരു എപ്പിക്ക് അടിക്കുമായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, ആരെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവരൊക്കെ ചുമ്മാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് ചുമ്മാ സ്പിൻ എടുത്ത് നോക്കാം. കോയിൻ വെച്ചിട്ടല്ലല്ലോ ഗൈസ്, ഒക്കെ ഫ്രീ സ്പിന്നല്ലേ. അപ്പോൾ ഇതിപ്പോൾ വലിയ സീനൊന്നും ഇല്ല. ഫ്രീ സ്പിൻ 2 ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, ഹിയർ വി ഗോ. ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഫ്രീ സ്പിൻ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. ഇതാരാണ് ഗൈസ്? ആരാവും? എപ്പിക്കാണോ ഗൈസ്? കുറേ ലാഗ് അടിക്കുന്നുണ്ടല്ലോ. എപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇത് ആരാണ്? ഓ ഗൈസ്, ബേസ് കാർഡാണ്. ഇല്ല ഗൈസ്, ഇല്ല, ഉള്ളിൽ പച്ച കളറുണ്ട്. എടേ, എപ്പിക്കാണാ? എടാ ഗൈസ്, എപ്പിക്ക് അടിച്ച് കഴിഞ്ഞാൽ സീനാവുമല്ലോ. അല്ല ഗൈസ്, അല്ല അല്ല അല്ല, എപ്പിക്കല്ല ഗൈസ്, ഒരു ഫ്യൂച്ചർ കാർഡിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാരാണ് ഗൈസ്? 5-ാം നമ്പറാ? ഇതാരാണ്? ഓ ഗൈസ്, ഏതോ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അത് പോട്ടെ ഗൈസ്. ഓക്കെ, ഇനി ഒരു ഫ്രീ സ്പിന്നും കൂടി ഉണ്ട്. ആ ഫ്രീ സ്പിന്നും കൂടി നമുക്ക് എടുത്തു നോക്കാം. ഗൈസ്, ജസ്റ്റ് മിസ്സിനാണ് മാറിപ്പോയത്. അത് എപ്പിക്കാ പറഞ്ഞ അടിപൊളിയായനെ. ഇങ്ങനെ ഉള്ളിൽ പച്ച കളറൊക്കെ വന്നിട്ട് അവസാനം ആകുമ്പോൾ ബഗ്ഗൊക്കെ അടിക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും ഒരു ഫ്രീ സ്പിന്നും കൂടി ഉണ്ട്. നമുക്ക് ആ ഫ്രീ സ്പിന്നും കൂടി എന്തായാലും എടുത്തു നോക്കാം ഗൈസ്. ഓക്കെ, ഇവരൊക്കെ ചുമ്മാ ടാപ്പ് ചെയ്ത് നമുക്ക് ചുമ്മാ എടുത്തു നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് എപ്പിക്ക് അടിച്ചോ, അതായത് ഫ്രീ സ്പിന്നിൽ എപ്പിക്ക് അടിച്ചോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിലൊക്കെ ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാൻ നമുക്കൊരു ഏതെങ്കിലും പ്ലെയർ എടുക്കാമെന്ന് പറഞ്ഞില്ലേ ഗൈസ്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാവെർട്സിനെയാണ്. ഹാവെർട്സിനെ എടുക്കാമെന്നാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ഹാവെർട്സ് നല്ലൊരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഫ്രീ സ്പിൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഇല്ല ഇല്ല ഇല്ല, ഇത് ബേസ് കാർഡാണ് ഗൈസ്, ബേസ് കാർഡാണ്. ഉള്ളിൽ വെള്ള കളറാണ് ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ എപ്പിക്കിൻ്റെ ഫ്രീ സ്പിൻ അങ്ങനെ തേഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ഫ്രീ സ്പിൻ ഏതാ? ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്കത് എന്തായാലും എടുക്കണം. വേറെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും നമുക്ക് എടുക്കാം ഗൈസ്. ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഗൈസ്, ഡിയാസ് എൻ്റെ ഒരു ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സാക്ക എൻ്റെ ടാർഗറ്റാണ്. പിന്നെ വേറെ ആരാ? പിന്നെ നമ്മുടെ മാർട്ടിനസ് എൻ്റെ ടാർഗറ്റാണ് ഗൈസ്. ഓക്കെ, ഇവർ 3 പേരാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല ഗൈസ്, കാരണം കുറച്ച് ദിവസമൊക്കെ ആയിട്ട് എനിക്ക് ടാർഗറ്റിനൊന്നും കിട്ടാറില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഓക്കെ, നമ്മളെന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല. ഫ്രീ സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രീ സ്പിൻ, ഹിയർ വി ഗോ ഗൈസ്. ഇതാരായിരിക്കും? ടാർഗറ്റ് ആയിരിക്കും ഗൈസ്. മേളിൽ കളറും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. പ്ലീസ് കൊനാമി, ടാർഗറ്റിനെ താടാ. സാക്ക അല്ലെങ്കിൽ മാർട്ടിനസ് അല്ലെങ്കിൽ ഡിയാസ്, ആരാണിത് ഗൈസ്? ഏതോ ഒരുത്തനെ തന്നിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇത് മറ്റവനാണ്. ഇതാ ലെഫ്റ്റ് ബാക്കാണെന്നാണ് എനിക്ക് തോന്നണത്. അതെ ഗൈസ്, ഇത് ലെഫ്റ്റ് ബാക്കാണ് ഗൈസ്. ഇത് സാക്കയുടെ തൊട്ടിപ്പുറം കിടക്കുന്ന പ്ലെയറാണ് ഗൈസ്. ഓക്കെ, എന്നാൽ പിന്നെ എനിക്ക് സാക്കാനെ തന്നുകൂടായിരുന്നോ? കൊനാമി വൈ? ഓക്കെ, നമ്മളെന്തായാലും അത് ലോക്ക് ചെയ്ത് വയ്ക്കാം. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് ഗെയിം പ്ലേ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഗെയിം പ്ലേ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ലാഗാണ്. അതുകൊണ്ടാണ് ഞാൻ ഗെയിം പ്ലേ വീഡിയോ ഒന്നും ഇടാത്ത ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ സെറ്റാക്കാം. ഓക്കെ, ഇനി അടുത്ത ഫ്രീ സ്പിൻ നമ്മുടെ സ്പാനിഷ് ലീഗിലാണ് ഗൈസ്. ഓക്കെ, സ്പാനിഷ് ലീഗിൽ എനിക്ക് ടാർഗറ്റ് പറയാനാണെങ്കിൽ ഗൈസ്, റൊഡിഗറിനെ എനിക്ക് വേണമെന്നില്ല. കാരണം റൊഡിഗറിൻ്റെ ഒരു നോമിനേഷൻ കാർഡ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഫ്രീ കിട്ടിയൊരു റൊഡിഗറുണ്ട് ഗൈസ്. എനിക്ക് ഇതിനകത്ത് വേണമെന്ന് ആഗ്രഹമുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുൻഡുവാൻ, ബാർസലോണയുടെ CMF ബോക്സ് ടു ബോക്സ് ആണ്. എനിക്ക് ഇവനാണ് ടാർഗറ്റ്. പിന്നെ വേറെ ആരാണ് ഗൈസ്? വേറെ നോക്കുവാണെങ്കിൽ ഗൈസ്, ഇവൻ ഈ IMF, ഇവൻ്റെ പേരെന്തിട്ടാണ്? ഫിക്കറോ അങ്ങനെ എന്താണ് ഇവൻ്റെ പേര്. ഓക്കെ, അവൻ എനിക്ക് ടാർഗറ്റാണ്. അവർ രണ്ടുപേരാണ് എനിക്ക് ടാർഗറ്റ് ഉള്ളൂ. മെയിൻ ടാർഗറ്റ് നമ്മുടെ ബാർസലോണയുടെ ചെക്കനാണ്. ഓക്കെ, പുള്ളീനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇതെന്താണ്? പോട്ടെ. ഓക്കെ, ഹിയർ വി ഗോ. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫ്രീ സ്പിന്നും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ആരെ കിട്ടുമെന്ന്. ഇതിനകത്തും ടാർഗറ്റിനെ തന്നില്ലെങ്കിൽ കൊനാമി ഞാൻ വല്ലതും പറയും. ഓക്കെ, ഇത് പച്ച കളറൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ആയിരിക്കുമെന്ന്. നമുക്കെന്തായാലും നോക്കാം. ഹിയർ വി ഗോ. സ്പാനിഷ് ലീഗ്. എടാ, ഇത് ഏതാവൻ? 18-ാം നമ്പർ. ഗൈസ്, ഇത് ആരാണിത്?
ഗൈസ് ഏതൊരു റൈറ്റ് ബാക്കിന് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ് എനിക്ക് ഫുള്ള് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിനൊക്കെ മാത്രമേ തരുന്നുള്ളൂ. ഗൈസ് വേറെ ഏത് ബാക്കാണ് ഗൈസ് വന്നിട്ടുള്ളത്? ഗൈസ് ഇതെന്താണ് ആർസണലിൻ്റെ ഫ്രീ സ്പിന്നാ? ഇതെന്താണ്? ഓ ഇത് മറ്റേ ബേസ് കാർഡാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്. പിന്നെ നമ്മുടെ പുതിയ നോമിനേഷൻ കാർഡെല്ലാം വന്നിട്ടുണ്ട്. നോമിനേഷൻ കാർഡൊന്നും ഒരു രക്ഷയില്ലാത്ത കാർഡാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.